കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ, സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. തൃക്കാക്കര KM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 70 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഘർഷാവസ്ഥയാണ്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെത്തി സംഘർഷാവസ്ഥയാണ്, സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അഞ്ജലി ശ്രീജിത്ത് ആരാച്ചുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഞ്ജലി, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? KM കോളേജിന്റെ ഗേറ്റ് തകർത്ത് രക്ഷിതാക്കൾ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നും വ്യക്തമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ്. എന്താണ് മക്കളോട് പറയുന്നത്? ഇപ്പൊ വീട്ടിലെ കുറിച്ച് മോള് പറയണേ, അവിടെ ചെന്തോ പറയുന്നത് പുറത്തു അവിടെ പറയരുതെന്ന് പറയുന്നത്. മകള് ഇവിടെ ഉണ്ടോ? മോനെ ഇവിടെ ഉണ്ട്, എന്റെ മോനുണ്ട് ഇവിടെ. അവരോട് എന്താ സ്കൂളിലാണ്. അവരോട് എന്താണ് പറഞ്ഞത്? മോനൊക്കെ ഉച്ചക്ക് വിളിച്ചിട്ടുണ്ടാവും, എനിക്ക് പനി ഉണ്ടായി പറഞ്ഞു. ഇപ്പൊ ഞാൻ പനി കഴിഞ്ഞൊന്ന് വീട്ടിൽ സംസാരിച്ചു. ഇതേവരെ ഇല്ലാത്തൊരു സംസാരം ഇന്ന് സംസാരിച്ചേക്കണേ. കാരണം 2 ദിവസത്തേക്ക് ഒരു ഒറ്റ വിളി, അതൊരു 1 മിനിറ്റ്. എല്ലാ പിള്ളേരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ മിനിറ്റാണ്. മറ്റേ ജയിലില് ഫോൺ ചെയ്യാൻ കൊടുക്കണ മാതിരി കൊടുത്തോണ്ടിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? പുറത്ത് പറയാൻ ഇപ്പൊ പറഞ്ഞത് പുറത്തു പറയരുത്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് മോൻ വിളിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല, നാളെ ഞങ്ങൾക്ക് വിസിറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലോട്ട് ഫോൺ വരുന്നത്. ഇവിടെ പോയ്സണാണ്, കുറെ കുട്ടികൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അച്ഛനൊന്ന് പറഞ്ഞ് അടിയന്തരമായിട്ടൊന്നും പറഞ്ഞ് വരികയാണ്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്ര ആളുകളും ബഹളങ്ങളോ എന്താണ് അവസ്ഥ എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് കേൾക്കുന്നു കളക്ടർ ക്യാമ്പ് ഡിസ്പേഴ്സ് ചെയ്തു എന്ന് കേൾക്കുന്നു. പാരൻസ് വന്നാൽ വിടുന്നും പറയുന്നു. പാരൻസിന്റെ പേര് അവിടെ എഴുതി കൊടുത്തിട്ട് അരമണിക്കൂറിലധികമായി, ഇതുവരെ ഒന്നും വിട്ടിട്ടൊന്നുമില്ല. ഞാൻ സെന്റ് മേരീസ് SH ഹൈസ്കൂൾ തേവരയിലെ എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്. ഇവിടെ ആദർശ് എന്നാണ് പേര്. ക്യാമ്പ് എങ്ങനെയാണ്? അതായത് എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ സ്കൂളുകളിലെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഹയർ സെക്കൻഡറിയിലെ കുട്ടികളുണ്ട്, കോളേജിലെ മഹാരാജാസിലെ കുട്ടികളുണ്ട്. അങ്ങനെ കോളേജിലെ കുട്ടികൾ സീനിയേഴ്സ് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ അതിന്റെ താഴെ വന്നിട്ടാണ് പരിപാടി നടക്കുന്നത്. ഇവിടുന്ന് കുട്ടികളോട് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. അതെ, ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ക്യാൻറ്റീൻ പോലെ ഒരു ഗ്രില്ല് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ കുറെ കുട്ടികൾ നിൽപ്പുണ്ടായി. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറേ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ വന്നപ്പോൾ ഏതൊരു മീഡിയക്കാരനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ ഈ മീഡിയയുടെ ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓഫീസർമാർ വന്ന പിള്ളേരെ ചീത്ത പറഞ്ഞ് ഓടിച്ചു. അത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഗേറ്റ് തുറന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അകത്ത് കയറി വന്നത്. ഞാനും വൈഫും കൂടിയാണ് വന്നിട്ടുള്ളത്. അതേ ശ്രുതി, ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ കോളേജിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെയാണ് കുട്ടികളൊക്കെ എവിടെയാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ്. രക്ഷിതാക്കളെല്ലാം ആശങ്കയോടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത അത് പറഞ്ഞിട്ടില്ലേ ഇവര്, മറ്റേ ഫുഡ് ഇൻഫെക്ഷനാന്ന് പറഞ്ഞ നടക്കുന്നില്ല. ഒറ്റക്കാക്കി ഞങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്താണോ? അവിടെ സാബുമാര് ഭയങ്കര സീനാണ്. വെറുതെ ഉപദ്രവിക്കും, മോത്തിലൊക്കെ അടിക്കും. ഉപദ്രവിക്കുന്നത് എന്തിനാ ഉപദ്രവിക്കുന്നത്? ആ ഇത് മര്യാദക്ക് ചെയ്തില്ല എന്നും പറഞ്ഞു, പരേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. പഠിച്ചു കൊടുക്കാം. ഇവിടെ വന്നിട്ട് ഇടിയും പിടിയും. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് എന്താ പറയാ? നിങ്ങൾക്ക് ഫുഡ് കഴിച്ചു? എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കൂട്ടുകാർക്കോ? ഞങ്ങളുടെ ക്ലാസ്സിലുള്ള 5 പേർക്ക് ഇതായി, പോലീസും പിടിച്ചാൽ മതി. ഏതോ സാബ്. ഞങ്ങൾ പുറത്തത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൈൻ്റെന്നാ പറഞ്ഞ, ഇവിടെ നിന്നതിന്റെ അല്ലാന്നാ പറഞ്ഞ. പുറത്ത് വെച്ച സ്നാക്സ് ഇല്ലേ, അത് കഴിച്ചേനാ പറഞ്ഞ. സ്നാക്സ് ഒക്കെ താഴത്തിന്റെ പൊട്ടിച്ചോളഞ്ഞു. സ്നാക്സ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഭക്ഷണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്നത്തെ ഒന്ന് മോര് പിടിച്ചപ്പോ പറ്റിയത്. തീർച്ചയായും വലിയ പ്രതിഷേധമാണ്